ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ഡയലോഗ് ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. KGF സിനിമയിലെ ഒരു ഡയലോഗാണ്, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്നവൻ. ഈ സിനിമയെ കുറിച്ചും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും പറയാൻ നേരത്ത് അത് മാത്രമേ പറയാനുള്ളൂ. ഇവരൊക്കെ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കിയ ടീമാണ് കേട്ടോ. കാര്യം, ഒരു ഡയറക്ടറിൻ്റെ 16 വർഷത്തെ വിഷൻ, ആ വിഷന് കൂട്ടുനിന്ന് ഒരു നടൻ അവൻ്റെ ഏതാനും വർഷങ്ങളും അവനെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചപ്പോൾ നമ്മൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന എന്താണ്? ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് മുമ്പിൽ ഇതാണ്ടാ മോളിവുഡ്, ഇത് താണ്ടാ മോളിവുഡ് എന്ന് പറഞ്ഞ് നമുക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും 100% ഉറപ്പുള്ള ആടുജീവിതം. പിന്നെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. കുറച്ച് നാൾ മുമ്പ്, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 5-6 വർഷം, 6 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രീനെയൊക്കെ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുള്ളതാണ്. ഇവിടുത്തെ നടന്മാർക്ക് അഭിനയിക്കാൻ അറിയില്ല, ഇവന്മാർ എന്താണ് കാണിച്ചു കൂട്ടുന്നത്, ആക്ടിങ് എന്ന് പറഞ്ഞ ഇവന്മാർ ഫൈറ്റും കുറച്ച് ഡാൻസും പിന്നെ നായികയായിട്ടുള്ള റൊമാൻസും പിന്നെ കുറച്ച് ഗ്ലാമർ സീൻസും, ഇതല്ലാണ്ട് ഒന്നും ഇല്ലല്ലോ ഇവന്മാരുടെ സിനിമകൾ. ഇതൊക്കെ കാണാനാണ് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവന്മാരെ വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ഇങ്ങനെയുള്ള പല വിമർശനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ഇൻഡസ്ട്രീനെ കുറിച്ച്. അപ്പോഴാണ് ആ ഇൻഡസ്ട്രിയിൽ ഒരു ഡയറക്ടർ ചങ്കൂറ്റത്തോട് മുന്നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ വിഷന് കൂട്ടുനിൽക്കാൻ ഒരു നടനും കൂടി തയ്യാറായി വന്നപ്പോഴത്തേക്കും സംഭവിച്ചത് ആ ഇൻഡസ്ട്രിയുടെ മാത്രമല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ മാക്സിമം ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലാണ് അവിടെ സംഭവിച്ചത്. എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിമാനമായിട്ട് മാറിയ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിക്ക് അഭിമാനമായിട്ട് മാറിയ ബാഹുബലി സീരീസ്, രാജമൗലി, പ്രഭാസ്. അന്ന് രാജമൗലി എടുത്ത റിസ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ അതുവരെ ഒരു ഡയറക്ടറും എടുത്തിട്ടില്ലാത്ത അത്രയും വലിയൊരു റിസ്ക്കാണ് പുള്ളിക്കാരൻ എടുത്തത്. അതുപോലെയാണ് നമ്മുടെ അഭിമാനം ബ്ലസ്സി. കാര്യം, പുള്ളിയുടെ കരിയറിൻ്റെ പീക്ക് ടൈമിലാണ് പുള്ളി ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നത്. പുള്ളി ഇതുവരെ ഒരു മോളിവുഡ് ഡയറക്ടർ എടുക്കാത്ത റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. മോളിവുഡ് ഡയറക്ടർ എന്നല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുവരെ ഒരു ഡയറക്ടറും എടുത്തിട്ടില്ലാത്ത റിസ്ക് എന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ പീക്ക് ടൈമിൽ പുള്ളിക്കാരൻ ഇന്ന് മോളിവുഡിലെ ഏത് ഡയറക്ടറിനോടും, ഇന്നല്ല അന്ന് മോളിവുഡിൻ്റെ ഏത് നടനോട് പുള്ളി ഡേറ്റ് ചോദിച്ചിരുന്നെങ്കിൽ ഇന്നാ ബ്ലസ് ചേട്ടാ എടുത്തോ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കും. ആ ഒരു അവസ്ഥയിലിരുന്ന സമയത്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി തൻ്റെ വർഷങ്ങൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പരിപാടിയാണ്. ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. അതിന് 100% റിസൾട്ട് ഇന്ത്യൻ ഓഡിയൻസ് തന്നിരിക്കും. അത് തീർച്ചയാണ്. കൊടുക്കത്തില്ലേ ഗൈസ്? കൊടുക്കണം. ഇനി ഈ പടം കാണാൻ പോകുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ കാണാൻ പോകുന്ന ഓഡിയൻസിനോടാണ് ഒരു കാര്യം പറയാനുള്ളത്. കാര്യം, ഒരു നോവലല്ല, ഒരു ജീവിതം നോവലായിട്ട് മാറിയപ്പോൾ അല്ലെങ്കിൽ സാഹിത്യമായിട്ട് മാറിയപ്പോൾ ആ സാഹിത്യകാരൻ്റെ ഭാവനയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ആ സാഹിത്യം ഒരു സിനിമയായിട്ട് മാറാൻ നേരത്ത് അവിടെയും ആ ഡയറക്ടറിൻ്റെ ആ ഒരു വിഷൻ അനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ഉൾക്കൊണ്ടിട്ട് വേണം തിയേറ്ററിലേക്ക് പോയി സിനിമ കാണാൻ. കാര്യം, നജീബിൻ്റെ ലൈഫിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ നോവൽ ഫുള്ളായിട്ടല്ല. നോവൽ ഫുള്ളായിട്ട് സിനിമ ആക്കുകയാണെങ്കിൽ 10-12 മണിക്കൂർ കാണുമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 10-12 മണിക്കൂർ ചുരുക്കി ഒരു 2.5-3 മണിക്കൂർ ആകാൻ നേരത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? അതുകൊണ്ട് പടം കണ്ടിട്ടിറങ്ങാൻ നേരത്ത് പൃഥ്വിരാജിന് ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാർ ഫസ്റ്റ് ഡേ തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞ് മോങ്ങി മെഴുകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നോവലിൽ അതുണ്ട്, അത് സിനിമയില്ല, സിനിമയിൽ ഇതുണ്ട്, അത് നോവലിലില്ല എന്നൊന്നും കയറി പറഞ്ഞേക്കല്ലേ. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ സിനിമ. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് സിനിമ കാണുക. പിന്നെ ഒരു കാര്യം കൂടി, പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയുമ്പോഴേ ഹേറ്റേഴ്സ് വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, പൈസ വാങ്ങിച്ചിട്ടല്ല അഭിനയിക്കുന്നത്. പൈസ വാങ്ങിച്ച് അഭിനയിക്കുമ്പോൾ ഇവൻ്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത്, അവൻ ചെയ്യുന്ന അവൻ്റെ പണിയല്ലേ എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അവരോടൊന്നേ പറയാനുള്ളൂ. കാര്യം, പുള്ളിക്കാരനെ പോലെ ഇവിടെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ചെയ്യുന്ന പോലെ അഭിനയിച്ച് പോയാൽ മതി പൃഥ്വിരാജിനും. കാര്യം, പുള്ളി ഇന്ന് മലയാളത്തിലെ ഒരു ആക്ടർ മാത്രമല്ല, മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടർ കൂടിയാണ്. മലയാളത്തിലല്ല, പുള്ളി ചെന്ന്, എനിക്ക് തോന്നുന്നു പുള്ളി ചെന്ന് വിജയോട് ഡേറ്റ് കൊടുത്താലും രജനീകാന്തിനോട് ഡേറ്റ് കൊടുത്താലും ചിലപ്പോൾ കൊടുത്താലല്ല, ചോദിച്ചാലും അവർ ഡേറ്റ് കൊടുക്കും. ആ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അതുപോലെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇത്രയും ഡെഡിക്കേഷനും ആത്മാർത്ഥതയും കാണിക്കുന്നത് പുള്ളിയുടെ പാഷനാണ്. പുള്ളിയുടെ പാഷനോട് ഉള്ള പുള്ളിയുടെ അടങ്ങാത്ത ആവേശമാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരാൻ വേണ്ടി കൂടിയാണ്. ഒരു നജീബിൻ്റെ ലൈഫിന് വേണ്ടി പുള്ളിനെ തന്നെ പാകപ്പെടുത്തി പുള്ളിയുടെ ശരീരത്തിനെ മാക്സിമം ടോർച്ചർ ചെയ്ത് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, ആ പൂർണ്ണത നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് എടുത്തേക്കുന്ന ആ മനുഷ്യൻ ഓസ്കാർ തന്നെ ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് കിട്ടട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോഴും വന്നിട്ടുള്ള ഓസ്കാർ ഒന്നും വാങ്ങാൻ വൃത്തിയായിട്ടില്ല എന്ന് പറയുന്ന സാധനമൊക്കെ ഒന്ന് മാറട്ടെ.
എനിക്ക് അങ്ങനെ പറയുന്ന കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പേഴ്സണലി. അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പണ്ടൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് കയറി വരുമായിരുന്നു, ഇപ്പം അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഡയറക്ടറിൻ്റെ 12-13 വർഷത്തെ വിഷൻ, 12 16 വർഷത്തെ വിഷൻ തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരു നടൻ്റെ 6-7 വർഷത്തെ ആ ഒരു വിഷനും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും തിയേറ്ററിലേക്ക് വരുമ്പോൾ ഒരു സംഗീത സംവിധായകൻ മൊത്തത്തിൽ വർക്ക് ചെയ്ത് പിന്നെ പലതും റീവർക്ക് ചെയ്ത് ബെസ്റ്റാക്കിയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നത്. പിന്നെ ടെക്നീഷ്യൻസ്, ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗംഭീര ടെക്നീഷ്യൻസാണ്, പേരെടുത്ത് പറയുന്നില്ല, കാര്യം പേരെടുത്ത് പറയുന്ന വീഡിയോയുടെ ലെങ്ത് പോകും. അവരെല്ലാവരും അപ്രീസിയേഷൻ അർഹിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും പേരുടെ ഈ ഒരു എഫേർട്ടിൻ്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ മിസ്സാക്കരുതെന്ന് മാത്രമല്ല, ഇന്ത്യൻ ഓഡിയൻസിന് തന്നെ ഇതുവരെ വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ 28-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പടം കാണാൻ നിങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാരണത്തിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്താണ് ഈ സിനിമയിൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത്, കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. പിന്നെ കൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് 2024 ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. രാജമൗലിയൊക്കെ പറഞ്ഞ പോലെ ഒരു സ്പാർക്ക് മതി മലയാള സിനിമയ്ക്ക് കയറിപ്പോകാനെന്ന്. ആ സ്പാർക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സ്പാർക്ക് സംഭവിച്ചത് ഈ മാസമല്ല, കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലാണ്. ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ജുമൽ ബോയ്സ്, ഈ 3 സിനിമകളിലൂടെ സൗത്ത് ഇന്ത്യൻ സ്പാർക്ക്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ മോളിവുഡ് ഫിലിംസിന് ഒരു സ്പാർക്ക് വന്നിട്ടുണ്ട്. അത് തിയേറ്ററിലാണ് വന്നേക്കുന്നത്. നേരത്തെ OTT മാത്രമാണ്. OTTയിലൂടെ നമുക്ക് പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ട്, നമുക്ക് അതല്ല വേണ്ട, നമുക്ക് തിയേറ്ററിൽ വേണം. അപ്പോൾ ആടുജീവിതത്തിലൂടെ പാൻ ഇന്ത്യൻ സ്പാർക്ക് നമ്മൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ബൈ ബൈ.